സിനിമയുടെ സമസ്ത മേഖലയിലും നായകനായി നിറഞ്ഞാടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനി വിടവാങ്ങി. 69 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. തലമുറകൾക്ക് ഇപ്രവും നെഞ്ചിലേറ്റാൻ സാധിക്കുന്ന സിനിമകൾ സമ്മാനിച്ചാണ് നൂറ്റാണ്ട് നീണ്ട സിനിമാ ജീവിതത്തിന് തിരശീല വീഴുന്നത്. ഏപ്രിൽ 6 കണ്ണൂർ പാട്യത്ത് ജനിച്ച ശ്രീനിവാസനെ മലയാളികളുടെ ശ്രീനിയാക്കിയത് മദ്രാസ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരനായി മലയാളിക്കൊപ്പം ചേർന്ന 48 വർഷങ്ങൾ. 1977 PA ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെ അഭിനയ ജീവിതത്തിന് അരങ്ങേറ്റം കുറിച്ച ശ്രീനി ആദ്യം ചെറിയ വേഷങ്ങളിലൊതുങ്ങി. പിന്നീട് പ്രിയദർശനും സത്യനന്ദിക്കാടിനും കമലിനുമൊപ്പം സിനിമ കണ്ടത് ശ്രീനി മാജിക്കായിരുന്നു. 1984 ഓടരുതമ്മാവ ആളറിയും എന്ന ചിത്രത്തിനായി തൂലിക ചലിപ്പിച്ചു. പിന്നീട് ഒരു പിടി മലയാള സിനിമകളാണ് ആസ്വാദകർക്ക് സമ്മാനിച്ചത്. പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകി ഒരുക്കിയ ചിത്രങ്ങളിലൂടെ മലയാളി മനസ്സിലേക്കാണ് ശ്രീനി കസേര വലിച്ചിട്ടിരുന്നത്. സത്യനന്ദിക്കാട്, കമൽ എന്നിവരുമായി ചേർന്ന് ശ്രദ്ധേയ ചിത്രങ്ങൾ: മിഥുനം, വെള്ളാനകളുടെ നാട്, സന്ദേശം, കഥ പറയുമ്പോൾ, നാടോടിക്കാറ്റ്, മുത്താരം കുന്നുപിയോ, ബോയിങ് ബോയിങ്, അഴകിയ രാവണൻ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ഉദയനാണു താരം, ഞാൻ പ്രകാശം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങൾ. 1991 പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം പതിറ്റാണ്ടുകൾക്കിപ്പുറവും രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. എനിക്കത് ഇഷ്ടമല്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വർത്തമാന ലോകത്തിനും ഭാവി കാലത്തിനും വേണ്ടിയുള്ളതായിരുന്നു. ചോര തുടിക്കുന്ന ഏടുകളായിരുന്നു ഓരോ രചനകളും. വൻ ഹിറ്റ് ചിത്രങ്ങൾക്ക് പിന്നിൽ തൂലിക ചലിപ്പിച്ച് ശ്രീനി വളരുകയായിരുന്നു. തമാശയിലൂടെ മലയാളികളെ ചിന്തിപ്പിച്ച അതുല്യ കലാകാരൻ. ആക്ഷേപഹാസ്യത്തെ ഇത്രയധികം ക്രിയാത്മകമായി ഉപയോഗിച്ച മറ്റൊരു കലാകാരൻ മലയാളത്തിനില്ലെന്ന് തന്നെ പറയാം. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്നെ വെടി നോക്കിയോ. അത് കാണും. റെഡി? 1 2 யாரப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல. எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு എടുത്ത് കൊടുക്ക. ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകേറി ചക്കാത്തിന് സിനിമ കാണില്ല. ഒരു എണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും. തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചതിന് ശ്രീനിവാസൻ എന്ന സമൂഹത്തിന്റെ കണ്ണാടിയെ തേടി നിരവധി പുരസ്കാരങ്ങളാണ് എത്തിയത്. 1989 പുറത്തിറങ്ങിയ വടക്കു നോക്കി യന്ത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. 2 വർഷങ്ങൾക്കിപ്പുറം 1991 സന്ദേശത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. 1998 അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. 98 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ഈ ചിത്രം നേടി. നിർത്തൂ. എനിക്ക് പോകാതെ പറ്റില്ല മക്കളെ. നിങ്ങൾക്ക് എന്നെ വേണം. പക്ഷെ നിങ്ങളുടെ അമ്മ എന്നോട് പോകണ്ടെന്ന് പറയുന്നില്ലല്ലോ. ശരി ശരി ശരി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കാം. നിങ്ങൾ എന്റെ മക്കളായി പോയില്ലേ. നിങ്ങൾ നിർബന്ധിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും ചിത്രം സ്വന്തമാക്കി. ശ്രീനിവാസന് തിരക്കഥയായ മഴയത്തു മുംബൈക്ക് 1995 സംസ്ഥാന അവാർഡ് ലഭിച്ചിരുന്നു. 2010 പുറത്തിറങ്ങിയ ആത്മകഥ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള രാമു കാര്യാട്ട് മെമ്മോറിയൽ പുരസ്കാരവും ശ്രീനി നേടി. ഫഹദ് ഫാസിലിനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശിനു വേണ്ടിയാണ് ഒടുവിൽ തിരക്കഥയൊരുക്കിയത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയുള്ള നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയ ഇനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. PR ആകാശ് തവളക്കുഴി. ചമ്മി കുത്തൻ തമാശ പറയില്ലേ ഗുബാജി?
അങ്ങനെ പണം തന്ന് അറുത്ത് മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും? മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അറുത്ത് മുറിക്കണം. വിമലയാണ് ഭാര്യ. മക്കളായ വിനീതും ധ്യാനും സിനിമാ പ്രേമികൾക്ക് സുപരിചിതരാണ്. ശ്രീനിവാസൻ എന്ന സിനിമാ നടൻ ഒരു പക്ഷേ അടുത്ത കാലത്തായി അത്ര സജീവമല്ലായിരിക്കാം. എന്നാൽ ശ്രീനി എന്ന സിനിമാക്കാരൻ ഇക്കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്കിടയിൽ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളൊന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. ആ നിഷ്കളങ്ക ചിരി കാലങ്ങൾക്കപ്പുറം സിനിമാ ലോകത്തിന് ഊർജം പകരും. മലയാളികളുടെ ശ്രീനിയേട്ടന് ജനം ടിവിയുടെ പ്രണാമം. ന്യൂസ് ഡെസ്ക് ജനം.